ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ്. അതായത് കറക്റ്റ് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടും റൺവേയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒന്ന് രണ്ട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളും നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പം അവിടെ അതിലൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നമ്മുടെ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും കണ്ടു. കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് ഇവർ ഞാൻ അറിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് കാണാൻ പറ്റുവാണെങ്കിൽ ആ വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം കുറച്ചുകൂടെ ഫ്ലൈറ്റ് നല്ല അടുത്ത് സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ സ്ഥലത്തോട് ഒന്ന് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു വ്യൂ പോയിന്റ് അല്ല, 2-3 വ്യൂ പോയിന്റ് ഉണ്ട്. ഇനി ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വരുന്നതെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വ്യൂ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലും നിങ്ങൾക്ക് ഈ സ്ഥലത്തെല്ലാം എത്തിച്ചേരാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ വേറെ സ്ഥലത്ത് പോയി നിൽക്കാം എന്ന് പറഞ്ഞില്ല, അവിടെ നിൽക്കുന്നത് കേട്ടോ. സ്ഥലം എനിക്കറിയില്ല, അതാ ലൊക്കേഷൻ ഞാൻ പറയായിരുന്നു കറക്റ്റ്. നിങ്ങൾ വരുവാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ ടാഗ് ചെയ്തിട്ടേക്കാം. ഇതെല്ലാം ഏകദേശം കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ ചേർന്ന് നടന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റാർഡം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. ഇതിപ്പോൾ അടുത്തൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട്, സംഭവം ഞാൻ കാണിക്കാം. ഇവിടെ ഫ്ലൈറ്റ് വരുമ്പോൾ നല്ല ഒച്ച കേട്ടോ. സംഭവം നല്ല അടിപൊളി ഒച്ച, ഭയങ്കര ഒച്ചയാണ്. നമ്മൾ വീഡിയോ കേൾക്കുന്ന പോലെ സംഭവമൊന്നുമല്ല, നല്ല ഭയങ്കര ഒച്ചയും ഭയങ്കര ബേസാണ് കേട്ടോ. ഈ കനാല് കണ്ടപ്പോഴേ നമ്മുടെ സലീംകുമാറിയുടെ പറഞ്ഞ ഡയലോഗ് കേട്ടോ ഓർമ്മ വന്നേ. വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി പറ്റി വെച്ചു.
അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു ഫ്ലൈറ്റ് പോലും കാണുന്നില്ല, ആവശ്യമുള്ളപ്പോൾ ഒറ്റ ഫ്ലൈറ്റ് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ചുമ്മാ ഇത് കൂടെ സ്ഥലത്തോടെ നടന്നേക്കാന്ന് ഓർത്തു. ഇതുണ്ടോ, നല്ല നീണ്ടു നിവർന്നിറങ്ങുന്ന വഴി, നല്ല കാറ്റ്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനാലിൻ്റെ അകത്ത് വെള്ളമില്ല, അതുകൊണ്ട് തന്നെ ചെളി കെട്ടിക്കിടക്കുന്നുണ്ട്, ചെളിയുടെ ഒരു മണം വരുന്നുണ്ട്. അതേ ഒരു ചെറിയ പ്രശ്നമുള്ളൂ. ഇവിടെ കാറ്റിന് സുഗന്ധം പാട്ട് കേട്ടില്ലേ, ആ സുഗന്ധം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം സംഭവം കൊള്ളാം കേട്ടോ, ചെറിയ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളി. ഈ നടപ്പം നിൽക്കുന്നുണ്ടോ, നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴി, ഇതിലെ കൂടെ ഇങ്ങനെ നടക്കുമ്പം അത് വേറൊരു വൈബാണ് കേട്ടോ. നമ്മുടെ ഈ അസ്തമയ സൂര്യൻ്റെ ആ പ്രകാശവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് സംഭവം അടിപൊളി. ഒരു ഫ്ലൈറ്റ് എവിടെ നിന്നെങ്കിലും വരുമായിരുന്നെങ്കിൽ നോക്കാം, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവണം കേട്ടോ. കുറേ നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു, സംഭവം കൊള്ളാം. നല്ല ഒരു അറ്റ്മോസ്ഫിയർ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാലാവസ്ഥയ്ക്ക് അടിപൊളി, ചെറിയ കാറ്റ്, കാഴ്ചകൾ അടിപൊളി. ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ടോ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോരാൻ തോന്നില്ല കേട്ടോ. നല്ലൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഈ സ്ഥലം. അപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ വരുന്നവർ പറ്റുവാണെങ്കിൽ ഇവിടെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചിട്ട് പോകും കേട്ടോ. ഫ്ലൈറ്റ് പോകുന്ന നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം പറ്റുന്നതല്ല, നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും അതുപോലെ കഷ്ടപ്പാടും സംഭവം സഹിച്ചാണ് ഓരോ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.